ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിന് ശേഷം സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക തന്റെ ഉറ്റ സുഹൃത്തായ ബക്കി ബാൺസിനെ വക്കാണ്ടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ബക്കി ബാൺസ് ഒരു വാണ്ടഡ് മാൻ ആണ്. ആ കാരണം കൊണ്ട് തന്നെ ടോണി സ്റ്റാർക്കിനെയോ മറ്റ് അവഞ്ചേഴ്സിനെയോ ആശ്രയിക്കാനോ അവരോട് സഹായം ചോദിക്കാനോ അദ്ദേഹത്തിന് സാധിക്കത്തില്ലായിരുന്നു. വക്കാണ്ട അവർക്ക് നല്ലൊരു സുരക്ഷിതമായ സ്ഥലമായിരുന്നു. മാത്രമല്ല ഹൈഡ്രയുടെ ബ്രെയിൻ വാഷിംഗിൽ നിന്നും മൈൻഡ് കൺട്രോളിൽ നിന്നുമൊക്കെ ബക്കി ബാൺസിനെ ക്യൂർ ചെയ്യാനൊക്കെ വക്കാണ്ടക്കാർ സഹായിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ക്യാപ്റ്റൻ അമേരിക്കയോട് സാം വിൽസൺ അഥവാ ഫാൽക്കൺ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. 600 heading 030. I hope you're right about this. We're going to land a lot faster than you want to. കാരണം അവഞ്ചേഴ്സ് ആരും തന്നെ മുൻപ് വക്കാണ്ടയിലേക്ക് പോയിട്ടില്ല. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് വക്കാണ്ടയിലേക്ക് പോകുമായിരുന്നു. അദ്ദേഹം മറ്റാരോടും പറയാതെയാണ് തന്റെ ഉറ്റ സുഹൃത്തായ ബക്കി ബാൺസിനെ കാണാൻ വേണ്ടി വക്കാണ്ടയിലേക്ക് പോകുന്നത്. ഓർക്കണം, പുറം ലോകവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു സീക്രട്ട് നേഷനാണ് വക്കാണ്ട. അങ്ങനെയുള്ള ഒരു നേഷൻ ക്യാപ്റ്റൻ അമേരിക്കയെ ഇടയ്ക്കിടയ്ക്ക് വക്കാണ്ടയിലേക്ക് കടത്തി വിടണമെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക എന്ന വ്യക്തിയെ വക്കാണ്ടക്കാർ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ടാകാം. ക്യാപ്റ്റൻ അമേരിക്ക എന്ന വ്യക്തി എത്രമാത്രം നല്ലവനും എത്രമാത്രം വിശ്വസ്തനുമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. Get this man a shield.